ഈ താങ്കളുടെ നിർമ്മാണ ജോലികൾ കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ഡോറ് സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ശബരിമല കൊണ്ടുപോയിട്ട് ഇണക്കിയെടുക്കാൻ പോയി. പഴയ ഡോറ് നമ്മുടെ ഡോറ് സൂട്ടാവോ നോക്കാൻ വേണ്ടിയിട്ട് പഴയ ഡോറ് അഴിച്ചിട്ട് പുതിയ ഡോറ് വെച്ചിട്ട് അത് സൂട്ടാക്കിയതിന് ശേഷം പഴയ ഡോറ് വീണ്ടും അതുമ്പോൾ തന്നെ ഫിറ്റ് ചെയ്തു. എന്നിട്ട് ചെമ്പിൻ്റെ വർക്ക് ചെയ്യാൻ അത് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി അവർ. ചെമ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഈ ഡോർമ പൊതിഞ്ഞതിന് ശേഷം വീണ്ടും അത് സൂട്ടാക്കാൻ പോയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്പിൻ്റെ കനം വീണ്ടും ഡോർമ കയറും. ചെമ്പ് പൊതിഞ്ഞിരിക്കുക, മരം കംപ്ലീറ്റ് പൊതിഞ്ഞിരിക്കുക. അപ്പോൾ അത് സൂട്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും സെറ്റ് ചെയ്യാൻ പോയി. അങ്ങനെ സൂട്ടായതിന് ശേഷം പിന്നെ അവരത് സ്വർണം പൂശാനാണ് കൊണ്ടുപോയത്. അത് എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല. പിന്നെ സ്വർണം പൂശിയതിന് ശേഷമാണ് നമ്മൾ ഡോറ് കാണുന്നത്. അത് ഈ കോട്ടയത്തുള്ള ഇളമ്പള്ളി ക്ഷേത്രത്തിൽ അവിടെ നിന്ന് ഇത് സ്വീകരണം ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളെ അവിടെ എന്താ പറയുക ആദരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വാതിൽ ആ ക്ഷേത്രത്തിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. വലിയ ഫംഗ്ഷനും സ്റ്റേജൊക്കെ വെച്ചിട്ടുള്ള വലിയ പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ ജയറാം മുഖ്യ അതിഥിയായിരുന്നു, പത്മകുമാർ ഉണ്ടായിരുന്നു, പിന്നെ അന്ന് അയാളുടെ ആരോ MP MLA ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, മറ്റേ ഉണ്ണീഷ് നമ്പൂറ്റിയുടെ കർണാടകയിൽ നിന്ന്. അങ്ങനെ വലിയൊരു ആഘോഷമായിട്ടാണ് കൊണ്ടുപോയത്. ജയറാം ഈ അലങ്കരിച്ച വണ്ടിയിൽ കയറലൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ വണ്ടിയിൽ പമ്പയ്ക്ക് പോയി. ഇത് അവർ അലങ്കരിച്ച വണ്ടിയിൽ പമ്പയിൽ കൊണ്ടുവന്നു. പിന്നെ ട്രാക്ടറിൽ ഞങ്ങൾ ഡോറായിട്ട് ശബരിമലയ്ക്ക് പോവുകയും ചെയ്തു. എന്നിട്ട് അവിടെ ചെന്ന് ഈ ഡോറ് ഫിറ്റ് ചെയ്തു. പഴയത് ഊരിയെടുത്ത് ഫിറ്റ് ചെയ്തു. ഇപ്പോൾ പഴയ ഡോറിൻ്റെ ലോക്ക് അത് പുതിയ ഇതുമലേക്ക് വെച്ചു. ലോക്ക് മാത്രമാണ് പഴയ ഡോർമെന്ന് ഇതുമലേക്ക് ഊരി വെച്ചത് പുതിയ ഡോർമിലേക്ക്. അത് പ്രത്യേകതയുള്ള ഒരു ലോക്കാണെന്ന് തന്ത്രിയാന്ന് പറയണ്ടായി. അത് കോൽപ്പൂട്ടാണ്, അതിന് പ്രത്യേകത ഉണ്ട്. അത് ഞങ്ങളുടെ അവിടെയും അധികം കാണാത്ത സംഭവമാണത്. അപ്പോൾ ആ 2 ലോക്കും ഈ പുതിയ വാതിൽമേലേക്ക് വെച്ചു. പഴയ വാതിലിൻ്റെ 2 ലോക്കും പുതിയ വാതിൽമേലേക്ക് വെച്ചു. ബാക്കി പഴയ വാതിൽമെന്ന് ഒന്നും ഇതിലേക്ക് എടുത്തിട്ടില്ല. ഈ പഴയ വാതിലിന് എന്ത് സംഭവിച്ചു എന്ന് താങ്കൾക്ക് അറിയോ? അതറിയില്ല. നമ്മളത് ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് അത് ഊരി കൊടുക്കുകയും ചെയ്ത് പഴയ ഡോറ്. ഓക്കെ. ഈ സ്വർണം പൂശാൻ അമ്പലം തുറന്ന സമയത്ത് ഇല്ല. സ്വർണം ചെമ്പൊന്നായിട്ട് എനിക്കൊരു ബന്ധമില്ല. മരത്തിന്റെ വർക്ക് മാത്രം. മനസ്സിലായി. ഈ പറയുന്ന സമയം അതിന്റെ ശില്പികള് അന്ന് ഈ ചെമ്പിന്റെ ശില്പികളൊക്കെ അന്ന് ഞങ്ങളുടെ ശബരിമലയ്ക്ക് ആ ഡോർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ചെമ്പിന്റെ ശില്പികളൊക്കെ അത് ഈ ഡോർമ പൊതിയാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് ശബരിമലയിൽ ഉണ്ടായിരുന്നവരൊക്കെ അവരുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭാഷ അറിയാത്ത കാരണം അവർ ആന്ധ്രക്കാരാണെന്നുള്ളതാണ് അന്ന് പറഞ്ഞത്.